നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയുമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. MLA ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ. അൻവറല്ല, ആര് പരാതി ഉന്നയിച്ചാലും സർക്കാർ അന്വേഷിക്കുമെന്നും VK സനോജ്. ഡിവൈഎഫ്ഐ നടപ്പാക്കുന്ന റീബിൽഡ് വയനാടിന് പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച 1,78 ലക്ഷം രൂപ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറി. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് P. ജയരാജൻ. ബന്ധമുള്ളത് പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രം. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യം വെച്ച്. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയതാണ് CPMന്റെയും സർക്കാരിന്റെയും നിലപാടെന്നും P. ജയരാജൻ. വികസന കാഴ്ചപ്പാടിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടത് ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ. വികസനമെന്നാൽ റോഡും പാലവുമാണെന്ന കാഴ്ചപ്പാട് മാറണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി രൂപീകരണ യോഗം. ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടത് സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൌൺസിൽ. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടത് സർക്കാർ ജാഗ്രത പുലർത്തണം. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൌൺസിൽ മാർച്ച്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് VK ശ്രീകണ്ഠൻ MP. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദൺ റെയിൽവേ മാനേജർക്കും കത്ത് നൽകി. മലബാറിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണിതെന്നും അധികാരികൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും MP. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. മോഷ്ടാവിന്റെയെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്ത്. കവർച്ച നടന്നത് പുലർച്ചെ 1 മണിയോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ഒറീസ ഗോൾഡ് കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ ടൌണിലെ കോളേജുകളും തീരദേശ മേഖലയിലെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘം. വെളിയൂർ കുപ്പൂത്ത് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം പിടികൂടി. ലക്ഷങ്ങൾ വില വരുന്ന മരുന്നുകൾ പിടിച്ചെടുത്തത് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ. ബൈക്കിലെത്തി മാല കവർന്ന കേസിൽ യുവാവ് കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മണ്ണൂർ സ്വദേശി പ്രവീൺ. കൊപ്പത്ത് ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ. തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന നേതാക്കൾ. വളത്തൂർ നഗർ പഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പൂവിളിയുമായി അത്തമെത്തി. മലയാളിക്കിത് മധുരിക്കുന്ന ഓണക്കാലം. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റ് തൃശൂർ സായാഹ്ന സൌഹൃദവേദി. ആവേശത്തിന്റെ പുലിക്കളിക്ക് ശക്തന്റെ തട്ടകത്തിൽ കുടിയേറി. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയുമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് MLA ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും സനോജ് പാലക്കാട്ട് പറഞ്ഞു. MLA-മാരായ എൽദോസ് കുന്നംപള്ളിക്കും വിൻസെന്റിനും നേരെ ആരോപണങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തില്ലെന്ന് VK സനോജ് ചോദിച്ചു. കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്തതുകൊണ്ട് അർഹമായ പലതും കിട്ടിയില്ലെന്നും പറഞ്ഞത് മഹിളാ കോൺഗ്രസ് നേതാവാണ്. അവരെയെല്ലാം ധാർമ്മികത പഠിപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സമരാഭാസമാണ്. അൻവറല്ല, ആര് പരാതി ഉന്നയിച്ചാലും സർക്കാർ അന്വേഷിക്കും. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ പുറത്തുവരട്ടെയെന്നും സനോജ് പാലക്കാട്ട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് MLA-മാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള കേസിലാണല്ലോ ഈ കോൺഗ്രസിന്റെ MLA-മാർ നേരത്തെ പ്രതിയായത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിട്ടില്ലല്ലോ. വിൻസെന്റിന്റെ വിഷയം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു? ഇവിടെ ഇപ്പോൾ സിമി റോസ്ബെൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വനിതാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് സിമി റോസ്ബെല്ലിനെ പോലുള്ള ആളുകൾ പറയുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ലഭിക്കേണ്ട പല പ്രമോഷനുകളും തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ വായിച്ചെടുക്കേണ്ടത്? അപ്പൊ അതേക്കുറിച്ചൊന്നും യൂത്ത് കോൺഗ്രസ് ഒന്നും അഭിപ്രായമില്ല. യൂത്ത് കോൺഗ്രസ് മറ്റു പാർട്ടിയെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. യൂത്ത് കോൺഗ്രസ് ആദ്യം ധാർമ്മികതയുടെ ക്ലാസ് എടുക്കേണ്ടത് KPCC ഓഫീസിൽ PD സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K. സുധാകരനുമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. റെഡ് ആർമി തന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ മുന്നിൽ കണ്ടാണ് വ്യാജ വാർത്തകൾ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കുന്നതെന്നും പി ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു. റെഡ് ആർമിയുമായി തനിക്കൊരു ബന്ധവുമില്ലെന്ന് പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ പി ജയരാജൻ ആവർത്തിച്ചു. റെഡ് ആർമി തന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രമാണ് ബന്ധമുള്ളത്. പാർട്ടിയുടെ സമ്മേളനകാലത്ത് പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടാണെന്നും പി ജയരാജൻ പറഞ്ഞു. എനിക്ക് റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടെന്നും പി ജയരാജൻ വ്യക്തമാക്കി. ചില പരാതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സർക്കാരിന് സമാന്തര അധികാര കേന്ദ്രം ഉണ്ടെന്നാണ്? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അത് സംബന്ധിച്ച് ഭരണ നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് സമൂഹം അംഗീകരിക്കുന്നത്. അൻവറിന്റെ പിന്നിൽ കോഴിക്കോട് കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു ലോബിയുണ്ട്. അല്ല, അങ്ങനെ പല മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് CPIM എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കരുത്തിനെ ശരിയായി മനസ്സിലാക്കാതെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി അനുഭാവികൾക്കിടയിലും മറ്റും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു. പേടി ന്യൂസാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തകളോടെല്ലാം ഓരോന്നിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഞാൻ പറഞ്ഞു, പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ നടപ്പാക്കുന്ന റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച 1,78,00,000 രൂപ കൈമാറി. വയനാട്ടിൽ 25 വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് തുക ഏറ്റുവാങ്ങിയ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 2,571 ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ ചേർന്നാണ് 1,78,00,000 രൂപ സമാഹരിച്ചത്. പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റും സാരി, മുണ്ട്, ബിരിയാണി ചാലഞ്ചും ആടിനെ ലേലം ചെയ്തും പണം സ്വരൂപിക്കുകയായിരുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരും സാഹിത്യരംഗത്തുള്ളവരും വ്യക്തികളും പണം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പറഞ്ഞു. ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറി VK സനോജിന് തുക കൈമാറി. വയനാട്ടിൽ 25 വീടുകൾ നിർമ്മിക്കുന്നതുൾപ്പെടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുമെന്ന് തുക ഏറ്റുവാങ്ങിയ ശേഷം VK സനോജ് പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായ സമയം മുതൽ ഡിവൈഎഫ്ഐ സേവന രംഗത്തുണ്ട്. അതിസങ്കീർണമാണ് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ. സഹജീവികളെ ചേർത്ത് നിർത്തുകയെന്ന മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചാണ് പുനരധിവാസ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നതെന്നും സനോജ് പറഞ്ഞു. അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് ധാരാളം വീട് പോയ ആളുകൾക്ക് ആശ്വാസം പകരേണ്ട കാര്യം സംബന്ധിച്ച് ഡിവൈഎഫ്ഐ അപ്പോൾ ആലോചിച്ചു. അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് ആദ്യമായി 25 വീടെങ്കിലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ നടത്തിയത്. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, പ്രസിഡന്റ് R ജയദേവൻ തുടങ്ങി ഡിവൈഎഫ്ഐ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണ്. ഇതിനിടെ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പുലർച്ചെ 1 മണിയോടെയാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്നതെന്ന്
പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി പോലീസ് പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ അടുത്തിടെയായി മോഷണം പെരുകുകയാണ്. പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് അവിടെ നിന്ന് പണമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉത്രാളിക്കാവ് ക്ഷേത്രം അധികൃതർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു. മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ രാവിലെ വിളക്ക് വയ്ക്കാൻ ചെന്നപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞ ഒട്ടനവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്തെ ഹൈമാസ് ലൈറ്റുകൾ നാളുകളായി കത്തുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളും മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും പുറത്തുവന്നതോടെ ഉടൻ തന്നെ മോഷണത്തിൻ്റെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്ന പ്രതി പിടിയിൽ. മണ്ണൂർ കൊട്ടക്കുന്ന് സ്വദേശി 24 വയസ്സുള്ള പ്രവീണാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 9-നായിരുന്നു സംഭവം. പാലക്കാട് തടുക്കശ്ശേരി കളപ്പാറ പാലത്തിന് സമീപം വെച്ച് കറുത്ത ബൈക്കിലെത്തിയ പ്രവീൺ വീട്ടിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ മാല കവരുകയായിരുന്നു. വയോധികയുടെ അടുത്ത് ബൈക്ക് നിർത്തി വഴി ചോദിച്ച ശേഷം 3 പവൻ തൂക്കം വരുന്നതും 1,50,000 രൂപ വിലമതിക്കുന്നതുമായ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. പരാതിക്കാരി ഉൾപ്പെടെയുള്ള നിരവധി പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചും 100ഓളം CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയുമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. കൂടാതെ കൃത്യത്തിൽ ഉൾപ്പെട്ട വാഹനത്തിന്റെ നിറവും മോഡലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളും കേസിൽ വഴിത്തിരിവായി. അന്വേഷണ സംഘത്തിൽ കൊങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ R. സുജിത് കുമാർ, സബ് ഇൻസ്പെക്ടർ വിവേക് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ കോൺഗ്രസ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, പ്രവർത്തനരഹിതമായ തെരുവിളക്കുകൾ റിപ്പയർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പൊട്ടിത്തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, പ്രവർത്തനരഹിതമായ തെരുവിളക്കുകൾ റിപ്പയർ ചെയ്യുക, കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക, ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഫണ്ട് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ചുമാണ് കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലിപ്പോൾ കാര്യമായൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ഞങ്ങളുടെ ബൈക്ക് കെട്ടി പറയേണ്ട ആവശ്യമില്ല. ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരുവുകൾ കത്താതെ ഇവിടെ ഇപ്പോൾ ഇരുട്ടിൻ്റെ ഒരു രാത്രിയായിട്ട് ഈ പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ജലമിഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊക്കെ തന്നെ ഒന്ന് നേരാക്കിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DC സെക്രട്ടറി TY ശിഹാബുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. AP രാമദാസ് മാസ്റ്റർ, ആമിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK ഷുക്കൂർ, രവി സരോവരം, ജയശങ്കർ കൊട്ടാരത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പുണ്യ സതീഷ്, MN ചന്ദ്രൻ, AK അസീസ്, ഷെഫീന ഷുക്കൂർ, MK മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധവുമായി വളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രതിഷേധ സമരം DCC അംഗം ജയൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ തകരുന്നത് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുതുരുത്തി പനമണ്ണ റോഡിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. ഈ പ്രദേശത്ത് ഒരു സമര പരിപാടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ആളുകൾ ചെറുതുരുത്തി ടൗണിലേക്ക് എളുപ്പമാർഗം കടന്നു പോകുന്ന ഈ റോഡിൽ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയോ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തകർന്നു കിടക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ.
ഈ മഴ പെയ്ത സമയത്ത് ഇത് തകർന്നു കിടക്കുമ്പോൾ ആ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ റോഡിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കുറച്ച് കോറി വേസ്റ്റ് പോലും കൊടന്ന് ഇട്ടൊന്ന് നികത്തി താൽക്കാലികമായൊരു പരിഹാരമുണ്ടാക്കുന്നതിന് പോലും ഒരു ജനപ്രതിനിധി ഇല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം. പ്രതിഷേധ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. രതീഷ്, കോൺഗ്രസ് നേതാക്കളായ ഖാദർ മോൻ, കൈപ്ര മാധവൻകുട്ടി, മായ ഉദയൻ, ഒ യു ബഷീർ, മനോജ് തൈക്കാട്ട്, രമ സുരേന്ദ്രൻ, പി സി ഹരിദാസ്, പി ആർ ബാബു, ഉണ്ണികൃഷ്ണൻ, INTC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഒറീസ ഗോൾഡ് കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. തൃശൂർ ടൗണിലെ കോളേജുകളും തീരദേശ മേഖലയിലെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന സംഘമാണ് 2.5 കിലോ കഞ്ചാവുമായി വാടാനപ്പള്ളി എക്സൈസിന്റെ പിടിയിലായത്. വിപണിയിൽ വലിയ വിലയുള്ള ഒറീസ ഗോൾഡ് എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാനായാണ് സംഘം മുന്തിയ ഇനം കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ അതിസാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത്. തൃശൂർ പെങ്ങണങ്ങാട് സ്വദേശി തീയത്ത് പറമ്പിൽ അനീഷ്, പീച്ചി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസിന്റെ പിടിയിലായത്. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാറും പാർട്ടിയും നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത്. പ്രിവന്റീവ് ഓഫീസർ ഹരിദാസ്, വിജയൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ബാസിൽ, അഭിജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെളിയൂർ കുപ്പൂത്ത് അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം പിടികൂടി. ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ശേഖരം പിടികൂടിയത്. പിടിച്ചെടുത്ത മരുന്ന് ശേഖരത്തിന് 1 ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു. വെളിയൂർ കുപ്പൂത്ത് അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരമാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്ത്. 1 ലക്ഷത്തിലധികം വിലമതിക്കുന്ന മരുന്ന് ശേഖരമാണ് കണ്ടെടുത്ത്. കുപ്പൂത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന VPF ഫീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് മരുന്ന് ശേഖരം പിടിച്ചെടുത്ത്. യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഇവിടെ മരുന്നുകൾ സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് പരിശോധനാ സംഘം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ വെങ്ങാലിൽ അബ്ദുൽ ഖാദറിൻ്റെ പേരിൽ കേസെടുത്തു. പിടിച്ചെടുത്ത മരുന്നുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ D ദിവ്യ, AK ലിജീഷ്, AK ഷഫ്നാസ് എന്നിവരടങ്ങുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലാകണം വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വികസനം എന്നാൽ റോഡും പാലവും മാത്രമല്ലെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതിയുടെ പദ്ധതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളും മുൻഗണനകളും വികസന സാധ്യതകളും ഉൾക്കൊണ്ട് 2018-ൽ സർക്കാർ ആവിഷ്കരിച്ച ജില്ലാ പദ്ധതി പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പദ്ധതി രൂപീകരണ ശില്പശാല സംഘടിപ്പിച്ചത്. ഓരോരുത്തരുടെയും സ്കിൽ കണ്ടെത്തി പരിപോഷിപ്പിക്കും വിധമാകണം വികസന പദ്ധതികളെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ധനസഹായം നൽകുന്നതിനു പകരം സ്കിൽ പരിപോഷിപ്പിച്ച് സമ്പാദ്യശീലം വർദ്ധിപ്പിച്ച് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ വികസന പദ്ധതികളിലൂടെ സാധിക്കണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, K പ്രഭാകരൻ MLA, ജില്ലാ ആസൂത്രണ സമിതി സർക്കാർ പ്രതിനിധി TR അജയൻ, ജനകീയാസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ K ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PR രത്നേഷ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ അധ്യക്ഷന്മാർ, സർക്കാർ കോളേജ് പ്രതിനിധികൾ, ഗവേഷണ സ്ഥാപന പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ കോട്ടായി മേലൂർ റോഡിലാണ് അപകടം നടന്നത്. മങ്കര സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും കുത്തനൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടതു സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്തോഷ് കുമാർ. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടതു സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും PS സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് LDF വാഗ്ദാനമാണ്. എന്നാൽ പങ്കാളിത്ത പെൻഷൻ പഠന കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാനായി ജോയിന്റ് കൌൺസിലിന് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് തന്നെയാണ് ജോയിന്റ് കൌൺസിലിന്റെ നിലപാട്. സർവീസ് മേഖലയിൽ പരിഷ്കരിക്കപ്പെടേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇടതു സർക്കാരിൻ്റെ കാലത്ത് അവ നടപ്പിലാക്കേണ്ടതാണ്. സാമ്പത്തിക പരാധീനതയുടെ പേരിൽ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കുന്നത് ഇടതു സർക്കാരിന് ചേർന്നതല്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം അനിവാര്യമാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പൊതുനിരത്തിലേക്ക് ജീവനക്കാരെയും അധ്യാപകരെയും സമരസമിതിക്കാരെയും എല്ലാം അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ഒരിക്കൽ പോലും വരരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന സംഘടനയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. കാരണം സമരസമിതിക്കൊരു വിശ്വാസമുണ്ട്. സമരസമിതിയുടെ വിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ഹൃദയവികാരങ്ങൾ ഒപ്പുവെക്കുന്ന, അവരുടെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങുന്ന, തൊഴിലാളിപക്ഷ ജനപക്ഷ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ അധ്യാപകരെ ഒരിക്കൽ പോലും ഒരു സമരമുഖത്തേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. എന്നാൽ നിർബന്ധിതമായിരിക്കുകയാണ്. ഈ ധർണയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് അതിജീവന ധർണ എന്നാണ്. സംസ്ഥാന പ്രസിഡന്റ് P. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ, സംസ്ഥാന സെക്രട്ടറി M. മുകുന്ദൻ, വിവിധ സംഘടനാ നേതാക്കളായ MN വിനോദ് കുമാർ, MS റീജ, N. പ്രജിത, മണികണ്ഠൻ, K. കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകി CPM പ്രവർത്തകർ. കോങ്ങാട് പൂതംകോട് സ്വദേശിയായ പ്രമോദിനും കുടുംബത്തിനുമാണ് കോങ്ങാടിലെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ 2 പെൺമക്കൾക്കൊപ്പമാണ് കോങ്ങാട് പൂതംകോട് ഓട്ടോ ഡ്രൈവറായ പ്രമോദ് താമസിച്ചു വരുന്നത്. പ്രമോദിന്റെയും കുടുംബത്തിന്റെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയാണ് കോങ്ങാട്ടെ CPM പ്രവർത്തകർ വീട് നിർമ്മിക്കാനായി മുന്നിട്ടിറങ്ങിയത്. 600 സ്ക്വയർ ഫീറ്റിൽ 9.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം. താക്കോൽദാന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്, ഏരിയ സെക്രട്ടറി CR സജീവ്, ഏരിയ അംഗങ്ങളായ V. സേതുമാധവൻ, T. അജിത്, A. പ്രശാന്ത്, ലോക്കൽ സെക്രട്ടറിമാരായ SP ജയദേവൻ, MS ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ട്രെയിൻ ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് VK ശ്രീകണ്ഠൻ MP. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ മാനേജർക്കും MP കത്ത് നൽകി. മലബാറിലെ ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണിതെന്ന് കത്തിൽ MP ചൂണ്ടിക്കാട്ടി. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ട്രെയിൻ ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് നേരത്തെ നിരവധി തവണ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. മുമ്പും റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ ജനറൽ മാനേജർക്കും കത്തുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മലബാറിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണിതെന്ന് MP ചൂണ്ടിക്കാട്ടി. ബംഗളൂരുവിലും കർണാടകയിലെ മറ്റ് സ്ഥലങ്ങളിലും താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും മറ്റ് യാത്രക്കാർക്കും ഈ ട്രെയിൻ നീട്ടുന്നത് ആശ്വാസമാകും. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കോ ഷൊർണൂരിലേക്കോ കണക്ഷൻ ട്രെയിൻ ഇല്ലാത്തത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേക്ക് ഏറെ സാമ്പത്തിക ലാഭം ട്രെയിൻ നീട്ടുന്നതിലൂടെയുണ്ടാകും. മലബാർ മേഖലയിൽ നിന്ന് ബംഗളൂരുവിൽ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് നടപടി ആശ്വാസമാകുമെന്ന് MP ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ കൊള്ളലാഭം കൊയ്യുന്ന ഉത്സവ സീസണുകളിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമായിരിക്കും ഈ ട്രെയിൻ നീട്ടുന്നതിലൂടെ ലഭിക്കുകയെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫിറ്റ്നസ് ദിനങ്ങൾ കുറിച്ച് നടപടി പിൻവലിക്കുക, സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക,
ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ചു. യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും മാർച്ച് സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് വകുപ്പ് മന്ത്രി പോലും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി NP വിനയകുമാർ ആരോപിച്ചു. ആ വിഷയങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്നതിന് പകരം തെറ്റായ രൂപത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനുള്ള ദിവസം വെട്ടിക്കുറച്ചു എന്നാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു അല്ലേ, 4 ദിവസം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 6 ദിവസം പ്രവൃത്തി ദിവസമുണ്ട്. 6 ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക. കൃഷ്ണകുമാർ അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ, MK പ്രദീപ്, MR ജയശങ്കർ, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂണിയൻ സെക്രട്ടറി K ബാബു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് കേന്ദ്രം പെർമിറ്റിൽ രേഖപ്പെടുത്തുക, എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കാൻ സൗകര്യമൊരുക്കുക, ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിശ്ശിക ഒഴിവാക്കുക, വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 5 വിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ അബ്ദുൽ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, S പ്രദോഷ്, സോണി രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP രാധാകൃഷ്ണൻ, ജെയ്സൺ പള്ളായി, ശശിധരൻ, MR രാഗേഷ്, ഷംസുദ്ദീൻ, യൂണിയൻ മുണ്ടൂർ ഡിവിഷൻ സെക്രട്ടറി പ്രേമകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ KCEU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു N സുരേഷ് ബാബു. കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് N സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. സഹകരണ സ്ഥാപനങ്ങളിലാകെ കള്ളപ്പണമാണെന്ന വ്യാജ പ്രചരണം നടത്തുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടലായ സഹകരണ മേഖലയെ തകർക്കാൻ BJP അധികാരത്തിൽ കയറിയ നാൾ മുതൽ ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ബാബു ആരോപിച്ചു. നമ്മുടെ കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പക്ഷേ ആ മേഖലയെ പൂർണ്ണമായും എങ്ങനെ തകർക്കുക എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സഹകരണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി ഇടപെടലുകളാണ് ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KCEU ജില്ലാ പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK സുരേഷ് കുമാർ, ഗോപാലകൃഷ്ണൻ, ബബിത, VP സമിജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പൂവിളിയുമായി അത്തം പിറന്നു. മലയാളിക്കിത് മധുരമുള്ള ഓണക്കാലം. വർണ്ണപ്പൂക്കളം ഒരുക്കി അത്തത്തെ വരവേറ്റതോടെ പൊന്നോണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കാണിനി. മലയാളത്തിന്റെ മാനസം പോലെ പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന വസന്തകാലമാണ് കേരളത്തിനിത്. പൂക്കളും പാറിപ്പറക്കുന്ന തുമ്പിക്കൂട്ടവും കാറ്റിൽ ഒഴുകിയെത്തുന്ന സുഗന്ധവും പൂവിളികളുടെ സംഗീതവും ദൈവത്തിന്റെ നാടിനെ തഴുകിത്തുടിപ്പിക്കുന്ന വിശേഷവേള. പൊന്നോണത്തിന്റെ കാത്തിരിപ്പിന് പൂക്കളങ്ങളുടെ വർണ്ണം ചാലിച്ച് അത്തം പിറന്നതോടെ ഇനി ഒരുക്കങ്ങളുടെ തിരക്കാണ്.
രോഗദാരിദ്ര്യ ദുരന്തങ്ങളുടെ വേദനകളെ ഇത്തിരി നാൾ വിസ്മരിച്ച് ഇവിടെ ഈ ദിനങ്ങളിൽ മാനുഷരെല്ലാം ഒന്നുപോലെ. മാവേലി നാടുവാണ കാലത്തിന്റെ മധുരസ്മരണയാണിത്. പഴമയുടെയും പുതുമയുടെയും ആഘോഷ സങ്കല്പങ്ങൾ സമ്മേളിക്കുമ്പോൾ ഇന്ന് പൊന്നോണ ദിനങ്ങൾക്ക് വേറിട്ട പരിവേഷമാണ്. പൂവറിക്കാനിറങ്ങിയിരുന്ന കുട്ടിക്കൂട്ടവും ഓണത്തിന്റെ തനത് നാടൻ കളികളുമെല്ലാം പരിമിതമാകുമ്പോഴും സ്മരണകൾ സമ്മാനിക്കുന്ന ഗൃഹാതുരതയെ താലോലിച്ച് പുത്തനോണത്തിന്റെ പകിട്ടിനെ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ മലയാളക്കര മടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ നാട്ടിലും നഗരങ്ങളിലും പുഷ്പവിപണി സജീവമാണ്. മഞ്ഞ, ഓറഞ്ച്, ചെണ്ടുമല്ലിപ്പൂക്കളാണ് പൂത്തട്ടുകളിലെ രാജകുമാരി. വാടാമല്ലിയും ജമന്തി, റോസ്, അലരി തുടങ്ങിയ പൂക്കളും പൂക്കടകളിൽ ലഭ്യമാണ്. പഴം, പച്ചക്കറി വിപണിക്കും ഉണർവ് സമ്മാനിക്കുന്ന ദിനങ്ങളാണിനി. വസ്ത്രവിപണിയും ഉണർന്നു കഴിഞ്ഞു. ഓണക്കോടിയുടെ പകിട്ട് മലയാളിക്ക് നിർബന്ധമാണ്. വ്യത്യസ്ത ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ മലയാള തനിമയെ താലോലിക്കുന്ന വസ്ത്രശേഖരങ്ങളും വിവിധ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ കാണാം. വള്ളുവനാടിന്റെ ഓണം ഗ്രാമീണതയുടെ നിറവും സുഗന്ധവുമുള്ളതാണ്. ഉൾപ്രദേശങ്ങളിൽ പഴമയുടെ തനിമ ചോരാതെ ഓണാഘോഷം സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സമൃദ്ധിയുടെയും വിളംബരമായി ഇന്നും നിലനിൽക്കുന്നു. പാടങ്ങളിലും വഴിയോരങ്ങളിലും പഴയ തുമ്പയും മുക്കുറ്റിയും പൂത്തുനിൽക്കുന്നുണ്ട്. മ്ലാനതയുടെ മഴമേഘങ്ങൾ നീങ്ങുകയാണ്. പൊൻവെയിൽ ചിരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിറയുന്നു ഇളം ഊഷ്മാവുള്ള ആഹ്ലാദം. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ. മലയാളക്കര ആർത്തു വിളിക്കുന്നു. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ. ന്യൂസ് ഡെസ്ക് STV. അത്തപ്പുലരിയിൽ ഇത്തവണയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. തൃശൂർ സായാഹ്ന സൗഹൃദ വേദിയാണ് വർഷങ്ങളായി ഭീമൻ പൂക്കളം ഒരുക്കുന്നത്. ഇത് 17ാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത്. 2000 കിലോ പൂക്കളാണ് അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചത്. 30 അടിയാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ വ്യാസം. 200ഓളം വരുന്ന അംഗങ്ങളാണ് പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 3 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുരനടയിലെത്തിയത്. 2008-ലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായി അത്തപ്പൂക്കളം ഒരുക്കി വരുന്നുണ്ട്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമൊക്കെയായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തന്റെ തട്ടകത്തിൽ 4 ഓണനാളിൽ പുലിക്കൂട്ടമിറങ്ങും. തൃശൂരിൽ 4ാം ഓണനാളിൽ നടക്കുന്ന പുലിക്കളിക്ക് നടുവിലാൽ ജംഗ്ഷനിൽ കൊടിയേറി. രാവിലെ 10 മണിയോടെ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. മറ്റ് ജനപ്രതിനിധികളും പുലിക്കളി സംഘം ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു. മേളത്തിനൊപ്പം ചുവടുവെച്ച് പുലിക്കളിയും അരങ്ങേറി. തൃശൂരിൻ്റെ ഓണാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പുലിക്കളി. 4 ഓണനാളിൽ അരമണി കിലുക്കി നഗരത്തിലേക്ക് ചുവടുവെച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കാണാൻ ആയിരങ്ങളാണ് ശക്തന്റെ തട്ടകത്തിലെത്തുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധയിനം പരിപാടികളുമായി കൊപ്പത്തെ വ്യാപാരികൾ ഇത്തവണത്തെ ഓണം പൊടിപൊടിക്കും. കച്ചവടത്തിലെ പ്രതിസന്ധി പരിഹരിക്കുക, ഉപഭോക്താക്കളെ കടകളുമായി കൂടുതൽ അടുപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് FM റേഡിയോ ആരംഭിക്കുമെന്ന് KVVS കൊപ്പം യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പത്തെ വ്യാപാരികളുടെ കീഴിൽ റേഡിയോ സ്റ്റേഷൻ വരുന്നു. വ്യാപാരോണം എന്ന പേരിൽ വ്യാപാരികളുടെ വ്യവസായ വികസനത്തിന് മുൻതൂക്കം നൽകി കലാകായിക വിനോദത്തോടെയാണ് FM റേഡിയോ പ്രവർത്തിക്കുക. സെപ്റ്റംബർ 10 രാവിലെ 11 KVVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. റേഡിയോ ജോക്കി നേതൃത്വം നൽകുന്ന പരിപാടികളിൽ പരസ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ പ്രമുഖരുമായുള്ള അഭിമുഖം, കൂടാതെ വ്യാപാരികൾക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തിരുവോണത്തിന് ഉച്ചയ്ക്ക് 2 മുതൽ വിവിധ മത്സരങ്ങൾ എന്നിവ നടക്കും. ഓണത്തോടനുബന്ധിച്ച് 5 ദിവസം മാത്രമാണ് ഇപ്പോൾ FM റേഡിയോ നടത്തുന്നതെങ്കിലും ഇത് തുറന്നും കൊണ്ടുപോകാനാണ് KVVSന്റെ പദ്ധതി. കച്ചവടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക, ഉപഭോക്താക്കളെ കടകളുമായി കൂടുതൽ അടുപ്പിക്കുക എന്നിവയാണ് FM റേഡിയോയുടെ ലക്ഷ്യമെന്ന്
KVS കൊപ്പം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ പോഷക സംഘടന ഞങ്ങളുടെ യൂത്ത് മുമ്പാട് സംയുക്തമായിട്ട് വ്യാപാരണം എന്ന പേരിലൊരു പദ്ധതി കൊപ്പത്ത് ഈ ഓണത്തോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരവധി കലാപരിപാടികളും അതോടൊപ്പം കൊപ്പത്തെ കച്ചവടം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ആശയവുമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന് ഇതുവരെ കാണാത്ത വിധത്തിൽ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇപ്രാവശ്യം കൊപ്പത്തെ വ്യാപാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങൾ കൊപ്പത്ത് കച്ചവടക്കാർക്കിടയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വടംവലി മത്സരം, ടീച്ചർ മത്സരം, കസേരക്കിളി പോലത്തെ ഒരുപാട് നാടൻ കലകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ കാണാത്ത FM റേഡിയോ എന്നൊരു പരിപാടി ഇപ്രാവശ്യം കൊപ്പത്ത് നടത്തുന്നുണ്ട്. വ്യാപാരോണം എന്ന പേരിലാണ് കൊപ്പത്തെ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനെ വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി, ബഷീർ മാക്സ്, ഷിഹാബ് ഷിബു, സജി റിഫാസ്, ലുക്മാൻ, റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കുസുമങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ സുമയുടെ കൃഷിയിടം. ഷൊർണൂർ സ്വദേശിനി PC സുമ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ ഭൂമിയിൽ സമ്മിശ്ര കൃഷി നടത്തുന്ന മാതൃക കർഷകയാണ് സുമ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ പൈന്ത്രത്ത് CC സുമ ഓണവിപണി ലക്ഷ്യമിട്ടാണ് 2 മാസങ്ങൾക്ക് മുമ്പ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പാട്ടത്തിനടുത്ത 2.5 ഏക്കർ ഭൂമിയിലാണ് സുമ സമ്മിശ്ര കൃഷി ചെയ്തു വരുന്നത്. ഇതിൽ 25 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി. വല്ലപ്പുഴ കൃഷിഭവനിൽ നിന്നാണ് ചെണ്ടുമല്ലി ചെടികൾ എത്തിച്ചത്. കനത്ത മഴ തിരിച്ചടിയായെങ്കിലും കൃഷി ഒരുവിധം സംരക്ഷിച്ചെടുത്തു. വിളവെടുപ്പുത്സവം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് കാർഷിക രംഗത്ത് ഇടപെടാൻ സാധിക്കുക എന്നതിൻ്റെ ഉത്തമ മാതൃക കൂടിയാണ് സുമ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുമയുടെ ഭർത്താവ് കൂടി ഇതിനകത്ത് ചേർന്നുകൊണ്ടാണ്, ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായി അനുമോദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കാലത്ത്. കൃഷിക്ക് പ്രാധാന്യമുള്ള കാലമാണെങ്കിലും അത് ചെയ്യാൻ പലരും വിമുഖത പ്രകടിപ്പിക്കുന്ന കാലത്ത് അതിലേക്ക് സധൈര്യം ഇറങ്ങി വരിക എന്നുള്ളത് ഒരു കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, കർഷക സംഘം ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി മുരളീധരൻ മുണ്ടായ, പ്രദേശവാസികളായ ശ്രീമതി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. 12 വർഷത്തോളമായി കാർഷിക മേഖലയിൽ നിറസാന്നിധ്യമാണ് സുമ. നെൽകൃഷിക്ക് പുറമെ മഞ്ഞൾ, ഇഞ്ചി, കപ്പ, ചേന, മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം സീസൺ അനുസരിച്ച് സുമ കൃഷി ചെയ്തു വരുന്നുണ്ട്. പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് മണികണ്ഠനും ഒപ്പമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല കടന്നുപോകുന്നതെന്ന് രാജു അപ്സര പറഞ്ഞു. ശേഷം 100% അത് നിർത്തലാക്കി എന്നുള്ളതാണ്. നിയമത്തിൽ അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റുമായുള്ള ധാരണയിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് പാവപ്പെട്ട കച്ചവടക്കാർ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് നൽകുന്ന വിലയാണ്. നിങ്ങളിപ്പോൾ ഇത് സാധാരണ ഇത് പർച്ചേസ് ചെയ്തോളൂ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന ശക്തമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല. നമുക്ക് 1300 തന്നെയായിരുന്നു. അതിന് ഗവൺമെൻറ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി ചേർത്തിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. എന്നാൽ വ്യാപാരികൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ നൽകുന്നത് കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1300 എന്നുള്ളത് 1600 ആക്കാൻ നിർവാഹമില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. രാജു അപ്സര, ബാബു കോട്ടയിൽ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ P കൃഷ്ണദാസ്, ഹരിദാസ്, ഉമ്മർ, സുലൈമാൻ, അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കുടുംബസഹായ നിധിയുടെ പ്രഖ്യാപനം നടത്തി. ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് അംഗങ്ങളുടെ ലിസ്റ്റ് പ്രകാശനം ചെയ്തു. ജില്ലാ ട്രഷറർ ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ വിനിൽകുമാർ, ടി പി സക്കീർ, മുസ്തഫ വല്ലപ്പുഴ, മുസ്തഫ മുളയങ്കാവ്, പി ടി കൃഷ്ണകുമാർ, വി മൊയ്തുഹാജി, കെ പി ഉമ്മർ, കെ ബി ജൂബി, സി പി ജയൻ, ഡോക്ടർ കൃഷ്ണദാസ്, മൊയ്തുഹാജി, മുഹമ്മദ് മാസ്, പ്രദീപ്, രമേഷ്, വേണുഗോപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിലെ അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണവുമുണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. ചന്ദമേറിയ പൂവിലും ശബളഹമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്തചാതുരി കാട്ടിയും ഹന്തചാരോ കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാനത്തെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രക്ഷിതാക്കളുടെയും പ്രതിനിധികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളോടും വിദ്യാലയങ്ങളോടും LDF സർക്കാർ തുടരുന്ന അനീതിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെപ്റ്റംബർ 11 പട്ടിണി സമരം നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചെങ്കിലും LDF സർക്കാർ ഇത് അട്ടിമറിച്ചു. എയ്ഡഡ് പദവിക്ക് പകരമായി LDF സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിലെ അപാകതകൾ മൂലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതാവുകയും പലതും നിലയ്ക്കുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിന് നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും തുടർച്ചയായി സർക്കാർ കണ്ണടയ്ക്കുകയാണെന്ന് രക്ഷിതാക്കളും സ്പെഷ്യൽ സ്കൂൾ ഭാരവാഹികളും പറഞ്ഞു. എപ്പോഴും അതൊരു സ്വകാര്യ മേഖലയിൽ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് എയ്ഡഡ് പദവി കൊടുക്കാം എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഉത്തരവുണ്ടായി. അത് ഇപ്പൊ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എങ്കിലും അതിന് ചില പ്രയാസങ്ങൾ ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ അത് ഒരു പാക്കേജ് കൊടുക്കാം, സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു പാക്കേജ് കൊടുക്കാം, ഒരു ശമ്പളത്തിന് ഒരു സംവിധാനം ചെയ്യാമെന്നുള്ള രീതിയിൽ പാക്കേജ് കൊടുക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് അത് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളിൽ വലിയ അപാകത സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ 2023-24 വന്ന ഒരു ഉത്തരവിലുണ്ടായിരുന്ന ഒരു വലിയ അപാകത, 18 വയസ്സിൽ താഴെ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളില് പാക്കേജിന് അംഗീകാരമുള്ളൂ എന്നൊരു വ്യവസ്ഥ ഉണ്ട്. നമുക്കറിയാം, പാലക്കാട് ജില്ലയില് കൊല്ലങ്കോടുള്ള കിരൺ ജ്യോതി സ്കൂളില് 20 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന, ആ 20ാമത്തെ കുട്ടിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പുതുക്കാൻ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു ഡിലേ, ആ ഡിലേയുടെ കാരണം പറഞ്ഞുകൊണ്ട് ആ സ്കൂളിനെയും തള്ളുന്ന ഒരവസ്ഥ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ, ചികിത്സാ ചെലവ് എന്നിവയെല്ലാം വെട്ടിക്കുറച്ചു. ജീവനക്കാർക്ക് വേതനം ലഭിക്കാത്ത സ്ഥിതിയാണ്. സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് പട്ടിണി സമരം നടത്തുന്നതെന്ന് ഇവരുടെ സംഘടനയായ പെയ്ഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി ബാസ്റ്റ്യൻ, ജില്ലാ പ്രസിഡന്റ് ജോമി ജോർജ്, സിസ്റ്റർ പൗളിൻ, KP എലിയാസ് മാസ്റ്റർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മരുതൂർ വൈലിരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠയും അനുജ്ഞാ പ്രാർത്ഥനയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പട്ടാമ്പിക്കടുത്ത് മരുതൂർ വൈലിരിക്കാവ് ചെത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ 7:10-നും 9:10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ബാലാലയ പ്രതിഷ്ഠയും അനുജ്ഞാ പ്രാർത്ഥനയും നടന്നത്. തട്ടയത്തമ്മയുടെ ശ്രീകോവിൽ പുനരുദ്ധാരണാർത്ഥമാണ് ദേവീ ചൈതന്യത്തെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി പുലാശ്ശേരി ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. രാവിലെ 5:30 മുതൽ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഉണ്ടായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വിശേഷാൽ പൂജകൾ, തായമ്പക, ചുറ്റുവിളക്കമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി ഗ്രാമപഞ്ചായത്തും കമല നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംയുക്തമായി അധ്യാപക ദിനാചരണം നടത്തി.
ദിനാചരണ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ ബിന്ദു അധ്യക്ഷയായി. സാഹിത്യകാരൻ രഘുനാഥൻ പറളി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരും ലൈബ്രറി പ്രവർത്തകരുമായ കൃഷ്ണ പിഷാരടി മാസ്റ്റർ, പൊന്മല മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി സി ദിനേശ്, ചെമ്പകവല്ലി, കെ കെ പ്രീത, പഞ്ചായത്ത് സെക്രട്ടറി ഒ എ ബാബു എന്നിവർ സംസാരിച്ചു. ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ഒത്തുചേരും. സെപ്റ്റംബർ 7 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമത്തിൽ ബ്രോഷർ പ്രകാശനം, യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന മഹാസംഗമം സെപ്റ്റംബർ 7 ശനിയാഴ്ച നടക്കും. രാവിലെ 10:30 ഇതിന്റെ നാമകരണ ബ്രോഷർ പ്രകാശനം, യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം എന്നിവയും നടക്കും. മെട്രോമാൻ ഇ ശ്രീധരൻ, മൂത്തെഴുത്ത് രാഘവൻ നായർ, വാസ്തുവിദഗ്ധൻ പത്മനാഭാചാരി തുടങ്ങിയ പ്രശസ്തർ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചിറങ്ങിയത്. കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം പഞ്ചായത്തിലെ ചാത്തന്നൂർ എന്ന സ്ഥലത്ത് 1906 പ്രവർത്തനം ആരംഭിച്ച ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 1906 മുതൽ 2000 വരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും കൂടിയൊരു ബൃഹത് സംഗമം 2024 നവംബർ 9 സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഒരു മുഴുനീള ദിന പരിപാടിയായിട്ട് കാലത്ത് 9:30 മുതൽ രാത്രി 9:30 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. ഈ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളായിട്ട് പിന്നീട് പരിണമിപ്പിക്കപ്പെട്ട എഴുത്ത് പള്ളിക്കൂടം 1906 മതുപ്പുള്ളിയിലെ കല്ലിപ്പറമ്പ് ഉടമസ്ഥതയിലുള്ള ഒരു പറമ്പിൽ ഒരു ഓലപ്പുര കെട്ടിയിട്ട് മതുപ്പുള്ളി പിഷാരത്തെ ഗോവിന്ദ പിഷാരടിയുടെ നേതൃത്വത്തിൽ കൃഷ്ണ പിഷാരടി ആദ്യാധ്യാപകനായിട്ട് തുടങ്ങിയ സ്കൂളാണ്. 1923 വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി നടൻ വിജയൻ ചാത്തന്നൂർ, സെക്രട്ടറി PR വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി TP ജുഗേഷ്, KP സീനത്ത്, ദീപ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. CBSE സംസ്ഥാനതല ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശനിയാഴ്ച ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമാകും. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന് പുറമെ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 106ഓളം ടീമുകൾ പങ്കെടുക്കുന്ന CBSE സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിനാണ് അറഫയിൽ തുടക്കമാകുന്നത്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അറഫ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന മത്സരം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. അറഫ ചാരിറ്റബിൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനാവും. 13 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് അറഫ ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, സെക്രട്ടറി PM അബ്ദുൾ ലത്തീഫ്, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, AA അബു താഹിർ, S രമ്യ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള നിയോഗം അറഫയെ തന്നെ തേടി വന്നിരിക്കുകയാണ്. 7-ാം തീയതി കാലത്ത് തുടങ്ങുന്ന പരിപാടി 13-ാം തീയതി വരേക്കും നിലനിൽക്കും. 7-ാം തീയതി കാലത്ത് 6:30 മുതൽ കളികൾ ആരംഭിക്കും. 10 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ ബഹുമാന്യനായ ആലത്തൂർ MP മുൻ മന്ത്രി സ്പീക്കറുമായ K രാധാകൃഷ്ണൻ കിക്ക് ഓഫ് നിർവഹിച്ച് തുടക്കം കുറിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റെയുമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. MLA ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ. അൻവറല്ല, ആര് പരാതി ഉന്നയിച്ചാലും സർക്കാർ അന്വേഷിക്കുമെന്നും VK സനോജ്. DYFI നടപ്പാക്കുന്ന റീബിൽഡ് വയനാടിന് പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച 1,78 ലക്ഷം രൂപ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറി. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് P ജയരാജൻ. ബന്ധമുള്ളത് പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രം. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യം വെച്ച്. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയതാണ് CPMന്റെയും സർക്കാരിന്റെയും നിലപാടെന്നും P ജയരാജൻ.
വികസന കാഴ്ചപ്പാടിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടത് ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ. വികസനമെന്നാൽ റോഡും പാലവുമാണെന്ന കാഴ്ചപ്പാട് മാറണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി രൂപീകരണ യോഗം. ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടത് സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൌൺസിൽ. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടത് സർക്കാർ ജാഗ്രത പുലർത്തണം. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൌൺസിൽ മാർച്ച്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദൺ റെയിൽവേ മാനേജർക്കും കത്ത് നൽകി. മലബാറിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണിതെന്നും അധികാരികൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും MP. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്ത്. കവർച്ച നടന്നത് പുലർച്ചെ 1 മണിയോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ഒറീസ ഗോൾഡ് കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ ടൌണിലെ കോളേജുകളും തീരദേശ മേഖലയിലെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘം. വെളിയൂർ കുപ്പൂത്ത് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം പിടികൂടി. ലക്ഷങ്ങൾ വില വരുന്ന മരുന്നുകൾ പിടിച്ചെടുത്തത് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ. ബൈക്കിലെത്തി മാല കവർന്ന കേസിൽ യുവാവ് കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മണ്ണൂർ സ്വദേശി പ്രവീൺ. കൊപ്പത്ത് ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ. തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന നേതാക്കൾ. വളത്തൂർ നഗർ പഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പൂവിളിയുമായി അത്തമെത്തി. മലയാളിക്കിത് മധുരിക്കുന്ന ഓണക്കാലം. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റ് തൃശൂർ സായാഹ്ന സൌഹൃദവേദി. ആവേശത്തിന്റെ പുലിക്കളിക്ക് ശക്തന്റെ തട്ടകത്തിൽ കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.